ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി ധാരാളം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു കാര്യത്തിന് മാത്രം മറുപടി പറയുന്നില്ല. ഈ കുറ്റവാളികളെ എന്തുകൊണ്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല? കോൺക്ലേവും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പം കോൺക്ലേവിൽ ആരും പങ്കെടുക്കുന്നില്ലെന്നാണ് പറയുന്നത്. WCC പങ്കെടുക്കുന്നില്ല, അമ്മ പങ്കെടുക്കുന്നില്ല, പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല. പിന്നെ ആരെ വെച്ചിട്ടാണ് ഈ കോൺക്ലേവ് നടത്തുന്നത്? തന്നെയുമല്ല, ഇന്നലെ അമ്മയുടെ നിലപാട് വളരെ സ്വാഗതാർഹമായ ഒന്നാണ്. അവർ ഈ കാര്യത്തിൽ കുറ്റക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറ്റക്കാരെ കണ്ടെത്തണം എന്നുള്ള നിലപാട് പറഞ്ഞത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. അപ്പോൾ അവർ കൂടി പറഞ്ഞ സാഹചര്യത്തിൽ പിന്നെ സർക്കാർ എന്തിനാണ് മടിക്കുന്നത്? അപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അടിയന്തരമായി ഇതിനകത്തൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷിച്ച് ഈ കോഗ്നൈസബിൾ ഒഫൻസ് പൂർണ്ണമായും പരിശോധിച്ച് എൻക്വയറി നടത്തി കുറ്റക്കാരുടെ പേരിൽ നടപടിയെടുക്കാനായി ഗവൺമെൻറ് മുന്നോട്ട് വരണം. അതാണ് ഈ കേസിനകത്ത്, ഈ സംഭവത്തിൽ യഥാർത്ഥ കുറ്റവാളികളെയും നിരപരാധികളെയും നമുക്ക് വേർതിരിക്കാൻ കഴിയുന്ന ആ സന്ദർഭത്തിൽ മാത്രമാണ്. ഏതായാലും കേരളത്തിൻ്റെ സിനിമാ രംഗത്ത് ഇത്തരം തെറ്റായ പ്രവണതകൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു അന്തിമമായ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മലയാള സിനിമ മോശമൊന്നുമല്ല. ദേശീയ തലത്തിൽ തന്നെ ധാരാളം അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ സിനിമകളാണ് മലയാള സിനിമ. സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും മോശക്കാരാണെന്നുള്ള അഭിപ്രായം നമുക്ക് ആർക്കുമില്ല. പക്ഷേ യഥാർത്ഥ കുറ്റവാളികൾ ഇന്ന് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. അത് സർക്കാരിൻ്റെ ഈ നിലപാട് കൊണ്ടാണ് എന്ന കാര്യം വളരെ വ്യക്തമാണ്.